بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد أما بعد فيا أيها الناس أوصيكم ونفسي بتقوى الله بسم الله الرحمن الرحيم ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية صدق الله العلي العظيم. ജമിയത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷർ ബഹുമാന്യരായ കുഞ്ഞാലി ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ, അഹമ്മദ് ബാക്കവി തുടങ്ങിയുള്ള ജമിയത്തുൽ ഉലമായിലെ സഹപ്രവർത്തകരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യുവാക്കളെ, യുവതികളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കൊറോണയ്ക്ക് ശേഷം, ലോക്ക്ഡൗണിന് ശേഷം ജീവിതത്തിൽ സാരമായ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഇടങ്ങളിൽ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. മൊത്തമായി തന്നെ നാഗരികമായും മറ്റു നിലയിലും പുരോഗതികൾ വരുമ്പോൾ അതിനനുസരിച്ച സംസ്കാരങ്ങൾ സമൂഹത്തിൻ്റെ മേൽ ചേക്കേറും. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തെങ്ങുമുള്ള സംസ്കാരം, ലോകത്തെങ്ങുമുള്ള ജീവിത രീതി, ലോകത്തെങ്ങുമുള്ള സംഭവങ്ങൾ എല്ലാം നമുക്ക് ലഭ്യമാണ്, എവിടെയും ലഭ്യമാണ്. ഇത് ലഭ്യമാക്കുന്നതിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ അകത്തളങ്ങളിലും നമ്മുടെ സഹോദരിമാരിലും നമ്മുടെ കൊച്ചു കുട്ടികളിലുമൊക്കെ ഇത് വ്യാപകമാകുന്നതിൽ കൊറോണയും ലോക്ക്ഡൗണും സാരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി മദ്രസ പഠനവും സ്കൂൾ പഠനവും നമ്മൾ നൽകുന്ന മറ്റു പഠനങ്ങളും മാത്രമല്ല, അതോടൊപ്പം കുറേ അനുബന്ധ പഠനങ്ങളും, കുറേ ട്യൂഷനുകളും, പുറം ക്ലാസ്സുകളും, പലതരത്തിലുള്ള വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങളും സൗകര്യങ്ങളും പലതരത്തിലുള്ള കോഴ്സുകളും നമ്മുടെ ജീവിതത്തിൽ സാരമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട്, ഈ സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതര സംസ്കാരങ്ങളിലും ഇതര സമൂഹങ്ങളിലും സമുദായങ്ങളിലുമുള്ള ആ രീതി സവിശേഷമായൊരു സംസ്കാരത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാരിലും നമ്മുടെ കൂട്ടുകാരിലും വ്യാപകമാക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളും ബദ്ധവൈരികളും മതശത്രുക്കളും മതവൈരികളും വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും അടങ്ങുന്ന പരിഷ്കാരികൾ, നിഷേധികൾ മൊത്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരും നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുമൊക്കെ അറിഞ്ഞും അറിയാതെയും അകപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കുറച്ചു കാലമായി ഞാൻ വ്യക്തമായി പറഞ്ഞ പോലെ കൊറോണയ്ക്ക് ശേഷമുള്ള ഈ വർഷങ്ങളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കുറേയധികം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായി പാലിക്കേണ്ട മര്യാദകളും മുറകളും ചിട്ടകളും കുടുംബജീവിതത്തിൻ്റെ തന്നെ വ്യവസ്ഥകളും ഒരു കുടുംബമുണ്ടാകുന്നതിന് വേണ്ടി വിവാഹാലോചന നടത്തുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിടയിൽ, നമ്മുടെ സമൂഹത്തിനിടയിൽ, നമ്മുടെ മാതാപിതാക്കളുടെ കാലം മുതൽ പലതും പാലിക്കാതെ പോയിട്ടുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്നവരെങ്ങനെയാണോ വിവാഹം നടത്തുന്നത്, ആ വിവാഹത്തിൻ്റെ രീതികൾ, വിവാഹത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന കാര്യങ്ങൾ, വിവാഹത്തോട് ബന്ധപ്പെടുത്തി നടത്തുന്ന കാര്യങ്ങൾ,
അനന്തരം നിൽക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ രാജ്യത്തിൻ്റെയും പ്രദേശങ്ങളുടെയും സംസ്കാരം എങ്ങനെയാണോ ആ സംസ്കാരത്തിൽ വലിയ അരുതായ്മകളും മോശങ്ങളും ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെ അനുവർത്തിച്ചു പോരുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഏതു സംസ്കാരങ്ങളിലും സ്വീകാര്യമാകുന്നത്, ഏതു നാടുകളിലും സ്വീകാര്യമാകുന്നത്, ഏതു കാലത്തും സ്വീകാര്യമാകുന്നത്. അതായത് അതത് നാടിൻ്റെ സംസ്കാരത്തെ പറ്റും ത്യജിച്ച് ഇല്ലാതാക്കി അവയെ നിഷ്കാസനം ചെയ്ത് ശേഷം ഇതാ സംസ്കാരം എന്ന് പറയുന്ന രീതിയല്ല പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വിവിധ സംസ്കാരങ്ങളിലേക്കും സംസ്കാരമുള്ള നാടുകളിലേക്കും അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യുമ്പോൾ ആ നാടുകളിലും ആ ജനങ്ങളിലുമുള്ള സ്വഭാവം എന്താണോ, സംസ്കാരം എന്താണോ, ജീവിത രീതി എന്താണോ, അതിനെ ഇസ്ലാമികമാക്കുവാൻ, അതിനെ ശുദ്ധീകരിക്കുവാൻ, അതിനെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തത്തിൻ്റെ രൂപത്തിൽ ക്രമീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയല്ലാതെ ചെന്ന നാട്ടിലെ ചെന്ന പ്രദേശത്തെ സംസ്കാരം മുച്ചൂടും നശിപ്പിച്ച് നിഷ്കാസനം ചെയ്ത് ഇങ്ങനെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പഠിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടില്ല. ഘട്ടം ഘട്ടമായി മുസ്ലിമീങ്ങളായി ജീവിച്ച് ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ ദർശനങ്ങളും പാഠങ്ങളും സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് സ്വഹാബാക്കളും നമ്മുടെ മുന്നോറുകളായ മഹാന്മാരും എവിടെയും സ്വീകരിച്ച രീതി. നമ്മുടെ നാട്ടിലും ഇസ്ലാമുമായി കടന്നു വന്നിട്ടുള്ള സൂഫി വര്യന്മാരും മഹാന്മാരും നേരെ അവരുടെ ജീവിതം നയിക്കുകയല്ലല്ലോ ചെയ്തത്. അവരിൽ പലരും കല്യാണം കഴിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, നിക്കാഹ് ചെയ്തത് നമ്മുടെ നാട്ടുകാരെയാണ്. ഉമ്മമാരുടെ തലമുറകൾ നോക്കിയാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളാണ്. വിദേശത്ത് നിന്ന് വന്ന സയ്യിദന്മാർ, വിദേശത്ത് നിന്ന് വന്ന ഉലമാക്കൾ, ഇസ്ലാമിക പ്രബോധകരായ മിഷണറിമാരായി വന്നിട്ടുള്ള എല്ലാ നല്ല ആളുകളും കുടുംബസമേതം ഇങ്ങോട്ട് കടന്നു വന്നവർ കുറവാണ്. കുടുംബസമേതം കടന്നു വരാത്തവർ ഇവിടെ കുടുംബമായി ജീവിക്കുകയും ഇവിടെ നിന്ന് കുടുംബങ്ങളെ സ്വീകരിക്കുകയും ഇവിടെ നിന്ന് ഇണകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. ഈ രീതി പ്രകാരം ഈ നാടിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സംസ്കാരം, ഈ നാടിൻ്റെ രീതി, ഇത് കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗികമായി വന്നുപോയിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, മാതാപിതാക്കൾ തീരുമാനിച്ചുറക്കുന്ന നിക്കാഹുകൾ, മാതാപിതാക്കൾ മാത്രം കണ്ടിട്ടുള്ള ഇണകൾ, ആ പെൺകുട്ടികളെ തൻ്റെ മക്കൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കുറേ കാലമായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ബാപ്പമാരുടെ കാലം വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടും കൂടിയില്ല. ബാപ്പയും അമ്മയും പറഞ്ഞുറപ്പിച്ചതാണ്, കുടുംബങ്ങൾ തീരുമാനിച്ചതാണ്. പിന്നെ അതിൻ്റെ ശേഷം കാണുന്നത് എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുൻതലമുറയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. സന്തോഷകരമായിരുന്നു ആ ജീവിതം, സന്തോഷകരമായിരുന്നു അവരുടെ കുടുംബജീവിതം. ബാപ്പയും അമ്മയും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ പൊരുത്തം കൊടുത്ത് ബറക്കത്തേകി ആരംഭിച്ചിട്ടുള്ള ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും പൊരുത്തം നോക്കി നടന്നിട്ടുള്ള നിക്കാഹാകയാൽ മതപരമായിട്ടുള്ള ജീവിത രീതികളിലേക്ക് അവരെല്ലാവരും വരികയും റാഹത്തുള്ള കുടുംബജീവിതവും നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട രീതി ഇതല്ലല്ലോ. ഇണയായി സ്വീകരിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ സുന്നത്തുണ്ടല്ലോ, കണ്ടുകൊണ്ട് മനസ്സിലാക്കലും ഇതൊക്കെ ശറയിൽ തന്നെ സുന്നത്തായ കാര്യമാണെങ്കിലും ആ സുന്നത്തുകൾ പോലും പാലിക്കപ്പെടാത്ത ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ വന്ന് ഇന്നത്തെ തലമുറയിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾ തീർത്തും നിക്കാഹിൻ്റെ കാര്യത്തിൽ ആരുമല്ല. വിവാഹ ജീവിതത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ഒരു റോളൊന്നും വേണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം, വേണ്ടപ്പോൾ പറയാം, വേണ്ട സമയം പറയാം, വേണ്ട ആളെയും പറയാം എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ പറയുന്നിടത്ത് എത്തിയിരിക്കുന്നു. എല്ലാവരും ഒരേ ഭാഷയിലല്ല, എല്ലാവരും ഒരേ രീതിയിലല്ല. എങ്കിലും ആവുമ്പോൾ പറയാം, ആവുമ്പോൾ നോക്കാം, ആകട്ടെ എന്ന് ബാപ്പയും ഉമ്മയും നിക്കാഹുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, വിവാഹാലോചന നടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ വിവാഹാലോചനയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് പകരം, അതിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം, അതിൻ്റെ കൂടെ നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല
കാര്യങ്ങൾ കുറച്ചും കൂടി ആവട്ടെ എന്ന് പറയുകയെങ്കിലും ചെയ്യുന്നവർ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ മക്കളുടെ സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുകയാണ്. വൈകിപ്പിക്കുക, ആകട്ടെ ആവുമ്പം പറയാം. പലപ്പോഴും ആവുമ്പം പറയാമെന്നറിയുന്നതിൻ്റെ കള്ളി വേറൊരു നിലയിൽ പിന്നീടാണ് മനസ്സിലാകുന്നത്. ആ രീതിയിൽ വരെ എത്തുന്നു. ഇത് വളരെ സങ്കടകരമായൊരവസ്ഥ മൊത്തം സമൂഹത്തിൽ പൊതുവായി വന്നിട്ടുണ്ട്. സമുദായത്തിൽ മാത്രമല്ല, നമ്മുടെ സമുദായമല്ലാത്ത ഇതര സമുദായങ്ങളിലുമെല്ലാം മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് നിക്കാഹ് നടത്തി കൊടുക്കുക, മാതാപിതാക്കൾ തീരുമാനിക്കുന്ന അനുസരിച്ച് നിക്കാഹ് നടക്കുക, വിവാഹം നടക്കുക എന്ന് പറയുന്ന ഈ ഒരു രീതി തന്നെ എടുത്തു മാറ്റപ്പെടുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് പോവുകയാണ്. ഒപ്പം മാതാപിതാക്കൾക്ക് ഇവർ പറയുന്ന ഇണകളോ ഇവർ പറയുന്ന കൂട്ടുകാരോ സ്വീകാര്യരല്ലെങ്കിൽ സ്വാഭാവികമായും മാതാപിതാക്കൾ മടിക്കുമല്ലോ, പ്രയാസം പറയുമല്ലോ. കുറേയൊക്കെ കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള പിതാക്കളൊക്കെ ആവുമ്പോൾ ഞാനിതിന് കൈ കൊടുക്കൂല, ഞാനിതിന് സമ്മതിക്കൂല, നമ്മൾ നോക്കുമ്പോൾ അവരെ തീരെ പറ്റൂല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്കൊക്കെ എത്തുന്നുണ്ട്. കാരണം കലാലയങ്ങളിൽ നിന്നോ ക്യാമ്പസുകളിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമോ ബന്ധപ്പെടുന്ന ബന്ധം മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലവിധത്തിൽ ബന്ധപ്പെടുന്ന ബന്ധങ്ങൾ, കേവലം സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രം ബന്ധപ്പെടുന്ന ബന്ധങ്ങളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നമ്മുടെ വിദ്യാർത്ഥികളും ഇഷ്ടപ്പെടുന്നത്. ആണും പെണ്ണും ഈ ഇഷ്ടപ്പെടൽ അങ്ങനെ നടക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ വിധേയത്തിലേക്ക്, ഗുണപരമായ അന്വേഷണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പലപ്പോഴും സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബ ബന്ധങ്ങളോ നമുക്ക് ഇണയായി സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബങ്ങളോ ആവുമ്പോൾ മാതാപിതാക്കൾ ആ വിവാഹത്തിന് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടുകളുണ്ടാകുകയാണെങ്കിൽ കുടുംബജീവിതം വളരെ പിന്നെ ദുസ്സഹമാവുകയാണ്. പലപ്പോഴും മാതാപിതാക്കളെ കാത്തു നിൽക്കാതെ ഈ ദമ്പതിമാർ ആയി ജീവിക്കാൻ ഇഷ്ടം പോലെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്നു. പല സമൂഹങ്ങളിലും പല സമുദായങ്ങളിലും ഇതുണ്ടായിരുന്നെങ്കിലും നമ്മുടെ സമുദായത്തിലേക്ക് ഇത് കടന്നു വരുന്നത് ഈ കൊറോണയ്ക്ക് ശേഷമുള്ള പ്രത്യേക ചുറ്റുപാടിലാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് സമൂഹ മാധ്യമങ്ങൾ നമ്മളെല്ലാവരും സ്വീകരിക്കുകയും എല്ലാ കുട്ടികളുടെ കയ്യിലും അവർക്ക് ലോകത്തെക്കുറിച്ചറിയാൻ, വിദ്യാഭ്യാസം ഉപകാരപ്പെടാൻ, ഇഷ്ടപ്പെടുന്ന കോഴ്സുകളിൽ ചേരാൻ, ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ കേൾക്കാൻ, അങ്ങനെ പലതിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഫോണുകളിൽ ഇഷ്ടംപോലെ ഉപയോഗിക്കുകയും സമൂഹ മാധ്യമങ്ങൾ ഇഷ്ടംപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായും അതിലൂടെ കിട്ടുന്ന പല കഥകളും ഭീതികളും, വിശേഷിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുകയാണ്, വലിയ ഭീതികൾ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മളിവിടെ ജീവിച്ചു പോകുന്നത് പോലെയല്ല വിവാഹ ജീവിതത്തിലെത്തിയ ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മായിമ്മയുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിമാർ, നാത്തൂന്മാർ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ് നാത്തൂന്മാർ, ഭർത്താവിൻ്റെ സഹോദരിമാർ, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരുടെയും ചൊൽപ്പടിക്ക് ഇങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് സമയമാകുമ്പോൾ പറ്റുന്ന തരത്തിൽ സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുമ്പോൾ ആ നിൽക്കാൻ കഴിയുന്ന നേരത്തെ വിവാഹം മതിയല്ലോ, ജോലി കിട്ടിയിട്ട് വിവാഹം മതിയല്ലോ, സമയമാകുമ്പോൾ മതിയല്ലോ എന്നിങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത്തരം ചിന്തകൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം, സമൂഹത്തിലുണ്ടാക്കി തീർക്കുന്ന പല ദുഷ്ഫലങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഒന്ന് ചിന്തിക്കാനോ ഒന്ന് ഉണർത്താനോ ആരെങ്കിലും ആ രീതിയിൽ ഇന്നത്തെ രീതിയിൽ നിന്ന് മാറ്റമായി നമ്മുടെ സമൂഹത്തിലെ വിശ്വാസിനികൾക്ക് ഇസ്ലാമിൻ്റേതായ രീതിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പൊരുത്തവും എങ്ങനെയാണ് എന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനൊരവസരം വേണമല്ലോ. ആ ഒരവസരം സൃഷ്ടിക്കുക എന്നതാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ മാത്രം നടത്തിയാൽ ഈ ക്യാമ്പയിൻ വിജയിക്കുകയില്ല, ലക്ഷ്യം കാണുകയുമില്ല. ഇവിടെ പങ്കെടുത്തു, അവിടെ പങ്കെടുത്തു, നടത്തുന്നിടത്തോളം സ്ഥലങ്ങളിലൊക്കെ ആയിരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നടത്താനും
പ്രഭാഷകന്മാരും മതസംഘടനകൾ മറ്റു സംഘടനകളും പ്രത്യേകം ഈ കാര്യത്തിൻ്റെ ദുരിതസ്ഥിതികൾ അറിയുന്ന മിക്കവാറും മാതാപിതാക്കളൊക്കെയും പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള മാതാപിതാക്കളൊക്കെ ആൺകുട്ടികൾക്ക് കല്യാണം കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടാണ് ആൺകുട്ടികളുടെ പിതാക്കളും മാതാക്കളുമായവർ അനുഭവിക്കുന്നത്. എല്ലാവർക്കും ഇതറിയാം. പണ്ട് പുതിയാപ്പളിനെ കിട്ടാനുള്ള ചെറുക്കല്ല, ഇപ്പോൾ പുതിയണ്ണനെ കിട്ടാനുള്ള ചെറുക്കും വളരെ വ്യാപകമാണ്. പുതിയാപ്പളിനെ കിട്ടാൻ പണം കൊടുക്കണമായിരുന്നു, സ്ത്രീധനം കൊടുക്കണമായിരുന്നു, ഒക്കെയല്ലേ ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് നമ്മളാകെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ. ഇതിൽ നിന്ന് വ്യത്യാസമായി ഒന്നും വേണ്ട, എല്ലാം ഇല്ലാതായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികൾ നിക്കാഹിനും വിവാഹത്തിനും സമ്മതിക്കാതിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ കുട്ടികൾ ആൺകുട്ടികൾക്കൊക്കെ ഉദ്ദേശിക്കുന്ന നേരത്ത് കല്യാണം കിട്ടാത്ത ഒരു ചുറ്റുപാട് ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട്. സംസാരിക്കുന്നവരൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഇത്. അതേസമയം പെൺകുട്ടികളുടെ പിതാക്കൾ അനുഭവിക്കുന്നത് കല്യാണം പറഞ്ഞിട്ട് മക്കൾ സമ്മതിക്കണ്ടേ, കുട്ടി സമ്മതിക്കണ്ടേ, കുട്ടി പഠിക്കുകയാണെന്നാണ് പറയുന്നത്, കുട്ടി അങ്ങനെയാണെന്നാണ് പറയുന്നത്, കുട്ടി ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. കുട്ടിയുടെ പേരിൽ പരാതിപ്പെടുകയും ഉദ്ദേശിക്കുന്ന രീതിയിൽ നിക്കാഹ് നടത്തിക്കൊടുത്തുകൊണ്ട് സംതൃപ്തിയടയാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം പെൺകുട്ടികളുടെ രക്ഷിതാക്കളും അനുഭവിക്കുന്നു. രണ്ടു കൂട്ടരും ഇതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വാസ്തവത്തിൽ നിക്കാഹ് സംബന്ധമായി, കുടുംബജീവിത സംബന്ധമായി ഇസ്ലാമിൻ്റെ സങ്കല്പവും ഇസ്ലാമിൻ്റെ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന പാഠവും ചിന്തയും നൽകുന്നതിനും ഒരു ചെറിയ ബോധീകരണം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിനും തുടക്കം കുറിക്കുക. മറ്റു പ്രഭാഷകന്മാരും മറ്റുള്ളവരുമെല്ലാം ഈ വിഷയത്തിൽ ഭാഗഭാക്കായിക്കൊണ്ട് ഈ ക്യാമ്പയിനിൻ്റെയും മറ്റും വിഷയം ഒരു സാമൂഹികമായ പ്രശ്നമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ജമിയത്തുൽ ഉലമ ഇങ്ങനെ ഒരു പരിപാടി, ഈ ഒരു ക്യാമ്പയിൻ പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഇത് വിജയിപ്പിക്കുമാറാവട്ടെ. സഹോദരന്മാരെ പ്രത്യേകം നമ്മൾ വിഷയാവതരണങ്ങളൊക്കെ കേട്ടു, എല്ലാ വിഷയങ്ങളും സംസാരിച്ചു. ഉദ്ഘാടനം എന്ന പേരിന് ഉദ്ഘാടനമാണ്. എല്ലാ വിഷയങ്ങളും ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുടുംബജീവിതം, നിക്കാഹ്, വിവാഹം എന്നിങ്ങനെ എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഹിക ജീവിതത്തിലെ നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി മാത്രമല്ല. ഈ ഐഹിക ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ജീവിതമാണെന്ന വിശ്വാസമാണല്ലോ നമ്മുടെ പ്രത്യേകത. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രത്യേകത ഈ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ കാഴ്ചപ്പാടാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് ഈ ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ളത്. അതാണ് വാസ്തവത്തിൽ ശരിയും. ഈ ജീവിതം എന്നത് എല്ലാവർക്കും അറിയാമല്ലോ നശ്വരമാണ് എന്ന്. സുഖിച്ച് തുലച്ച് സന്തോഷിച്ച് ആസ്വദിച്ച് എല്ലാ നിലയിലും ആഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞു പോയി നോക്കുക. എന്നാൽ എന്താണ് ഈ ജീവിതത്തിൻ്റെ പര്യവസാനം? നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് മരിച്ചു പോകും. നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത്, കൃത്യമായ സമയത്താണ് മരിച്ചു പോകുന്നത്. എല്ലാവർക്കും ഇതറിയാം. ക്ലിഷ്ടജീവിതം നയിച്ച്, പ്രയാസം സഹിച്ച്, ഇപ്പോൾ അവിടെ പറയപ്പെട്ട രീതിയിലൊന്നും അല്ല, കുടുംബജീവിതം വളരെ ദുരിതമായി അനുഭവിക്കുന്ന കൂട്ടരും ആ ദുരിതം അനുഭവിച്ചാലും പിന്നെന്താണുള്ളത്? കൃത്യമായ സമയത്തെത്തുമ്പോൾ മരിച്ചു പോകും. ഇതെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഇതിൽ പിന്നെ സമുദായ വ്യത്യാസമില്ല. എല്ലാവർക്കും അറിയാം മരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേക പങ്കൊന്നുമില്ല. മരണത്തെ തടഞ്ഞു വെക്കാൻ നമുക്ക് ആർക്കും സാധ്യവുമല്ല. മരണം എന്നതൊരു പരമയാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ മരണത്തിൻ്റെ ശേഷം ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ശാശ്വതമായ ജീവിതത്തിലേക്കാണ് നമ്മൾ മരണത്തോടുകൂടെ പുറപ്പെടുന്നത് എന്ന ഒരു ചിന്ത വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്നുണ്ട്, വളരെ ആത്മവിശ്വാസം നൽകുന്നുണ്ട്, വളരെ വലിയ ആത്മധൈര്യം നൽകുന്നുണ്ട്. ഈ ജീവിതത്തെക്കുറിച്ച് ഒരു പരീക്ഷണത്തിൻ്റെ ജീവിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് ഇത് നമ്മൾ കാണുന്നു. സന്തോഷങ്ങളാവട്ടെ ദുഃഖങ്ങളാവട്ടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്ന ശാശ്വത ജീവിതത്തിൽ നിത്യമായ ദുരിതമായ പീഡനമായ നരകശിക്ഷയോ അതല്ലെങ്കിൽ സ്വർഗസുഖം എന്ന ആ സന്തോഷകരമായ ശാശ്വത ജീവിതമോ, ഈ രണ്ടാലൊരു ജീവിതമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം
എല്ലാ കർമ്മങ്ങളും, ഏതു ബന്ധങ്ങളും, ഏത് ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ കാലുവെക്കുന്നതും പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, പരലോകത്ത് ഗുണം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള വിശ്വാസം. അജബല്ലിൽ മൂമിൻ ഇന്നഹു ലയൂജറു ഫീ കുല്ലി ഷൈ. സത്യവിശ്വാസിയുടെ കാര്യം വളരെ കൗതുകമാണ്. എന്തു കാര്യത്തിലും സത്യവിശ്വാസിക്ക് അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. എന്തു കാര്യത്തിലും, ഏതു ദുരിതത്തിലും, ഏത് വിഷമത്തിലും, സന്തോഷത്തിലും, ആഹ്ലാദത്തിലും, സുഖത്തിലും എല്ലാം അള്ളാഹുവിങ്കൽ പ്രതിഫലം കിട്ടുന്ന ഒരു ജീവിതം എന്നതാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. വിവാഹവും അങ്ങനെ തന്നെ കാണണമെന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത. നമ്മളൊരു വിശ്വാസം സംഹിതയിൽ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുവും റസൂലും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? റദീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. അള്ളാഹുവിൻ്റെ റബ്ബായി അംഗീകരിച്ചവരാണ് നാം. അള്ളാഹുവിൻ്റെ റസൂലായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചവരാണ് നാം. അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അവതീർണമായ ഇസ്ലാമിനെ അള്ളാഹുവിൻ്റെ നിയമസംഹിതയായും ജീവിത രീതിയായും ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മാർഗമായും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അംഗീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും എന്താണോ നൽകുന്നത്, അള്ളാഹുവും റസൂലും എന്താണോ ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവും റസൂലും എന്തിനാണോ ആഹ്വാനം ചെയ്യുന്നത്, അതിലേക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഏത് മേഖലകളും വിനിയോഗിക്കുക എന്നതാണല്ലോ നമ്മുടെ കടമ. ഇത് നമ്മൾ വിശ്വാസികളുടെ എല്ലാ കാര്യത്തിനും ചിന്തിക്കണം. എല്ലാവരും തിന്നും പോലെ നമുക്ക് തിന്നാൻ വയ്യ, എല്ലാവരും കുടിക്കും പോലെ നമുക്ക് കുടിക്കാൻ വയ്യ, എല്ലാവരും തുപ്പും പോലെ നമുക്ക് തുപ്പാൻ വയ്യ, എല്ലാവരും ചിരിക്കും പോലെ നമുക്ക് ചിരിക്കാൻ വയ്യ, എല്ലാവരും കരയും പോലെ നമുക്ക് കരയാൻ വയ്യ. എല്ലാറ്റിനും ഇസ്ലാമിന് നിയന്ത്രണമുണ്ട്, ഇസ്ലാമിന് പാഠമുണ്ട്, ഇസ്ലാമിന് സന്ദേശമുണ്ട്. ഒന്നും വേണ്ടെന്നല്ല, എല്ലാം സ്വാഭാവികമായി ഉണ്ടാകും. സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്വാഭാവികമായുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയന്ത്രണത്തിലാക്കുക എന്ന് പറഞ്ഞതാണ് വിശ്വാസിയെ സംബന്ധിച്ചുള്ള ബാധ്യത. വളരെ ലളിതമാണിത്. തുപ്പാണ്. ഏതൊരാൾക്കും ഓൻ്റെ തുപ്പൽ, അവൻ്റെ ഉമിനീര് പുറത്ത് കളയുമ്പോൾ എങ്ങനെയും കളയാലോ. നേരം നോക്കണ്ട, സ്ഥലം നോക്കണ്ട, നിയമം നോക്കണ്ട. നമ്മെ സംബന്ധിച്ച് പറ്റൂല. നമ്മെ സംബന്ധിച്ച് വലത്തോട്ട് തുപ്പാൻ പാടില്ല. വലത്തോട്ട് തുപ്പാതെ തുപ്പൽ വിസർജിക്കേണ്ട രീതിയിലാണ്. എല്ലാവർക്കും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെയും നിർവഹിക്കാലോ. നമുക്കിഷ്ടം പോലെ നിർവഹിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ ചെരുപ്പ് എങ്ങനെ ധരിക്കാം, വസ്ത്രം എങ്ങനെ ധരിക്കാം, ചെരുപ്പ് എങ്ങനെ ഊരാം, വസ്ത്രം എങ്ങനെ ഉരിയാം, ഈ തരത്തിലുള്ള ചിട്ടകളും നിയമങ്ങളും ഒന്നുമില്ല. വിശ്വാസികളായ നമുക്കോ അള്ളാഹും റസൂലും ഇവിടൊക്കെ ചിട്ട നൽകുകയാണ്. 63 വയസ്സ് ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂല് 23 വയസ്സിലാണ് നമുക്ക് ഈ ജീവിത ചിട്ടകളൊക്കെയും സമ്മാനിക്കുന്നത്. അതിന് മുൻപുള്ള നബിയുടെ 40 വർഷത്തെ ജീവിതം നമുക്ക് ലഭ്യമായാൽ അതും ഇതിനനുസാരമായ രീതിയിലുള്ള മഹത്തായ മാതൃകയാണ്. 23 വർഷമാകട്ടെ നബി ജീവിച്ചിട്ടുള്ള നബിയുടെ ചലനങ്ങളെല്ലാം, ആട്ടനക്കങ്ങളെല്ലാം നമുക്ക് മാതൃകയാണ്. ആ മാതൃകയാണ് വിവാഹ ജീവിതത്തിലും നമുക്ക് മാതൃക, കുടുംബജീവിതത്തിലും നമുക്ക് മാതൃക. ആ മാതൃകകളൊക്കെയാണ് ഇവിടെ ലേശം വിവരിച്ചത്. ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കുടുംബ ക്ലാസുകളുടെ രീതിയിലൊക്കെ നമ്മൾ കേട്ടത് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന കുടുംബജീവിതത്തിൻ്റെ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത മാതൃകയാണ്. അതൊരു വഅദിൻ്റെ ശൈലിയിലല്ലാതെ, സാധാരണ വഅദുകളിൽ കേൾക്കുന്ന രീതിയിലല്ലാതെ നമുക്ക് യോജ്യമായ രീതിയിൽ, കാലികമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ഇത് ഇസ്ലാമികമായ മാർഗമാണ്. ഇതെല്ലാ ജീവിതത്തിൻ്റെ മാർഗങ്ങളിൽ നമുക്കുണ്ട്. അത് നിക്കാഹ് കർമ്മം എന്ന കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കേവലം ഒരു കർമ്മമല്ല മുസ്ലിമിൻ്റെ വിവാഹ കർമ്മം, നിക്കാഹ് കർമ്മം. ആ നിക്കാഹ് കർമ്മത്തിൻ്റെ നേട്ടങ്ങളെ ഇസ്ലാമിൻ്റെ നേട്ടങ്ങളായി, ദീനിൻ്റെ നേട്ടങ്ങളായി, പരലോകത്തിനു വേണ്ടിയുള്ള നേട്ടങ്ങളായി നമ്മൾ വിലയിരുത്തണം. എന്താണ് നമുക്ക് വിവാഹത്തിലുള്ളത്? കേവലം നമ്മുടെ ലൈംഗികാവശ്യം നിർവഹിക്കുക, കേവലം നമുക്ക് മക്കളുണ്ടാകുക, കേവലം ആ കുടുംബം അങ്ങനെ ജീവിക്കുക, എന്നിട്ട് ആ കുടുംബങ്ങൾ വീണ്ടും കുടുംബജീവിതം നയിക്കുക, അവർക്ക് മക്കളുണ്ടാവുക, അവർക്ക് വീണ്ടും പോവുക.
ഇതൊക്കെ എല്ലാ സമുദായങ്ങളിലെയും ആളുകളുടെ ജീവിതത്തിൻ്റെ രീതിയാണല്ലോ. ജോസഫും അബൂബക്കറും ആനന്ദനും മറ്റെല്ലാ ജീവിതത്തിൻ്റെ വിവിധ പേരുകളിലുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മഹത്തായ ലക്ഷ്യമുണ്ട്. എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ നല്ലപോലെ മനസ്സിലാക്കണം. ഈ പൊതുവായി കാണുന്ന ജീവിത രീതികളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന പ്രയാസങ്ങൾ, ഇതിനെ സംബന്ധിച്ച് പൊലിപ്പിച്ച് നൽകുന്ന വാർത്തകളിൽ നിന്നോ റിപ്പോർട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ കരുതി കൂട്ടി മിനഞ്ഞുണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളിൽ നിന്നോ നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം മടുക്കുകയാണ്, കുടുംബജീവിതം മടുക്കുകയാണ്. എന്തിനിങ്ങനെ പ്രയാസപ്പെടണം, എന്തിനിങ്ങനെ ബുദ്ധിമുട്ടണം, എന്തിനിങ്ങനെ ഒരാളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം, എന്തിനിങ്ങനെ ഒരാളുടെ അടിമയായി അവരുടെ ചെലവ് പറ്റികളായി കഴിയണം എന്നിങ്ങനെ സ്വാഭാവികമായും വിദ്യാഭ്യാസമുള്ള നമ്മുടെ കുട്ടികൾക്ക് തോന്നിയാൽ അതിൽ പ്രയാസപ്പെടാനില്ല, സ്വാഭാവികമാണിത്. പക്ഷേ ഇത്തരം പെൺകുട്ടികൾ ആലോചിക്കേണ്ടതും ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതും അവരെല്ലാവരും മൊത്തമായി നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതും നമ്മുടെ കുടുംബജീവിതവും പരലോകത്തിനു വേണ്ടിയുള്ളതാണെന്നും പരലോക ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നതെന്നുമാണ്. ഞാൻ പറഞ്ഞ പോലെ തുപ്പുന്നതിന് കൂലി, ചെരുപ്പൂരുന്നതിന് കൂലി, ചെരുപ്പ് ധരിക്കുന്നതിന് കൂലി, വസ്ത്രം അണിയുന്നതിന് കൂലി, വസ്ത്രം ഉരിയുന്നതിന് കൂലി, മലമൂത്ര വിസർജനത്തിന് കൂലി, ഓരോരോ കർമ്മങ്ങൾക്കും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ അത് പ്രയാസമല്ല. അദ്ദീനു യുസ്ർ, വളരെ ലളിതമാണ്. ലളിതമായി ആചരിക്കാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങൾ, ആ ലളിതമായ കാര്യങ്ങൾ നിർവഹിക്കാൻ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ചാൽ നമ്മൾ നല്ല വിശ്വാസികളും പരലോകത്ത് പുണ്യമുള്ളവരുമായി മാറുന്നു. തുപ്പുനീര് പുറത്ത് കളയുമ്പോൾ, തുപ്പുനീരല്ല സാധാരണ കഫൊക്കെയാണ് നമ്മൾ പുറത്ത് കളയാം. ഫോഹം പുറത്ത് കളയുമ്പോൾ, കാരി കുറച്ച് നമ്മൾ പുറത്ത് കളയുമ്പോൾ വലഭാഗത്തേക്ക് എവിടെയും തുപ്പരുത് എന്നാണ് മതത്തിൻ്റെ ശാസന. വലഭാഗം നോക്കി അവിടെ തുപ്പാതെ, ഇടഭാഗത്ത് ഒഴിവാണെങ്കിൽ ഇടഭാഗത്തേക്ക് തുപ്പിയാൽ ഇതിൽ അള്ളാഹുവിനെ വിചാരിച്ചാൽ ഇത് പുണ്യകർമ്മമാവുകയാണ്. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ഇടതുകാലം ഒന്നിച്ച് പ്രവേശിക്കുക, ആ ഇടതുകാലം ഒന്നിച്ച് അതിൻ്റെ അകത്തേക്ക് വെക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് എന്ന് ചിന്തിക്കുമ്പോൾ റസൂലുള്ളാനെയാണ് നമ്മൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കയറ്റുന്നത്. നമ്മോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രീതിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാല് വെക്കുമ്പോൾ രണ്ടാലൊരു കാല് വെക്കാതെ ഒരിക്കലും പ്രവേശിക്കാൻ ആർക്കും കഴിയില്ലോ. രണ്ടാലൊരു കാല് വെക്കുന്നത് ഇടതുകാലാണ് മുന്തിക്കുന്നത് എന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി, ജാഗ്രത പുലർത്തി അക്കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ സാക്ഷാൽ വിശ്വാസിയായി അതൊരു പുണ്യകർമ്മമായി മാറുകയാണ്. സഹധർമ്മിണിയോടൊപ്പം ജീവിക്കുന്നതും നമ്മുടെ കൂട്ടുജീവിതവും, നമ്മൾ ചിരിക്കുന്നതും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കുന്നതും, നമ്മൾ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും, നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെട്ട നർമ്മസല്ലാപങ്ങൾ സാധാരണ രീതിയിൽ സ്വാഭാവികമായി നടത്തുന്നതും എല്ലാം പുണ്യകർമ്മമാണ് എന്നാണല്ലോ ഇപ്പം നമ്മൾ വിഷയാവതരണത്തിൽ കേട്ടത്. സഹധർമ്മിണിയുടെ വായയിലേക്ക് ഇണ എന്ന നിലക്ക് വെച്ചു കൊടുക്കുന്നത് എന്താണോ ആ വെച്ചു കൊടുക്കുന്നതിന് വരെയും വലിയ ഒരു പുണ്യത്തിൻ്റെ കൂലിയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തൊരു മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും ഏറ്റവും പുണ്യമുള്ളത് നിങ്ങളുടെ ഇണയായ സഹധർമ്മിണിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതൊരു ബാധ്യതയായി മാത്രം നമ്മൾ കാണുകയാണ്. ചെലവ് കൊടുക്കൽ നമ്മളെ ബാധ്യതയല്ലേ? ആ ബാധ്യതൻ്റെ അർത്ഥം ആര് ബാധ്യതയാക്കി? അള്ളാഹ് ഫർളാക്കി. അള്ളാഹ് ഫർളാക്കിയതാണ് നമ്മൾ നിറവേറ്റുന്നത്. അള്ളാഹ് ഫർളാക്കിയത് നിറവേറ്റുന്നു എന്ന നിലക്കാണ് നമ്മൾ സഹധർമ്മിണിക്ക് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്നതും ചെലവഴിക്കുന്നതുമാണ് അള്ളാഹിൻ്റെ ഫീസബീലിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുടുംബജീവിതം എന്നതിൻ്റെ മേഖലയിൽ നമ്മൾ അനുവർത്തിക്കുന്ന ജീവിത രീതിയായി സ്വീകരിക്കുന്ന ഏതും പുണ്യകർമ്മമാണ്. നമ്മൾ നിക്കാഹിനെ സംബന്ധിച്ച് തന്നെ വിലയിരുത്താൻ എങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒന്നാമതായി ഇസ്ലാമിൽ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഷ്ടത്തോടൊപ്പം നിൽക്കുക, അള്ളാഹിൻ്റെ ഇഷ്ടത്തോടും തീരുമാനത്തോടും ഒപ്പം നിൽക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തേത്? അള്ളാഹിൻ്റെ പടപ്പുകൾ ഇവിടെ വേണം, മനുഷ്യ തലമുറ ഇവിടെ വേണം. മനുഷ്യ തലമുറ ഇവിടെ ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ നിയതിയും വ്യവസ്ഥയും എന്താണ്? അള്ളാഹുവിൻ്റെ നിയമവും വ്യവസ്ഥയും എന്താണ്? ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു, ഇണയായിക്കൊണ്ട് അവരിൽ നിന്ന് തന്നെ ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചു.
ഹവ്വാ ബീവി ആദം നബി ഉണ്ടായിക്കഴിഞ്ഞ ശേഷം വജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, അള്ളാഹു നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ള, നമ്മളിൽ അള്ളാഹു താല ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, സദാസമയവും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശുക്ലജലത്തിലൂടെ നമ്മൾ മക്കളുണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ ഇഷ്ടവും അതാണ്. ഇതിന് അപവാദമായി അള്ളാഹു താലാന്റെ വ്യവസ്ഥിതിക്ക് ലംഘനമായി ചരിത്രത്തിലൊരു ഈസാ നബിയെ കാണുന്നുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാമിനെ മാത്രമാണ് മാതാവും പിതാവും തമ്മിലുള്ള ബന്ധമില്ലാതെ മാതാവിലൂടെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ഉരുവപ്പെടുത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ജന്മം നൽകി എന്ന് പറയുന്നത് ഈസാ നബി മാത്രം. ആദം നബി ഹവ്വാ ബീവി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിൽ നമ്മൾ ഈസാ നബി അല്ലാത്ത എല്ലാവരും ഇവിടെ ജനിച്ചത് എങ്ങനെയാണ്? മാതാപിതാക്കളിലൂടെ ഉണ്ടായിട്ട്. ഈ മാതാപിതാക്കളിലൂടെ ജനിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ നിശ്ചയം, അള്ളാഹിൻ്റെ വ്യവസ്ഥിതി. എന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? അള്ളാഹിൻ്റെ സൃഷ്ടി. നമ്മളെ മക്കളെ അള്ളാഹിൻ്റെ സൃഷ്ടി എന്നല്ലേ പറയുന്നത്, നമ്മളെ കുട്ടികളെ അള്ളാഹിൻ്റെ സൃഷ്ടി എന്നല്ലേ പറയുന്നത്. അള്ളാഹു താല നമ്മളെ മക്കളെ ഉണ്ടാക്കുന്നതിൽ വാസ്തവത്തിൽ നേരിട്ട് ബന്ധമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെയല്ലേ നമ്മളെ കുട്ടികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഉമ്മയും ബാപ്പിയും ഒരു സമയത്ത് അവരുടെ സുഖം നിറവേറ്റിയപ്പോൾ അതിലങ്ങനെ ജനിച്ചുപോയി എന്നല്ലാത്ത നന്ദി കെട്ട നിഷേധികളായ പല ആളുകളും ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുഖത്ത് നോക്കി പറയാൻ പോലും മടിക്കാത്ത ഒരു വാക്കുകളാണല്ലോ ഇപ്പോൾ ആ തരം വാക്കുകളൊക്കെ. സംഗതി നമ്മൾ ചിന്തിച്ചാലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ജനിക്കുന്നതാണ് നമ്മളെ മക്കൾ. നമ്മളെ മക്കൾ എന്ന് തോന്നിയിട്ട് അതിനെ പരിപാലിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഒരു വ്യവസ്ഥിതിയാണിത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന തോതിൽ മരങ്ങളുണ്ട്, അള്ളാഹിൻ്റെ സൃഷ്ടികൾ എന്ന തോതിൽ ഇവിടെ അനേകം സംഗതികളുണ്ട്. അതിനോടൊക്കെ നമ്മൾ നമ്മുടെ മക്കളോടും നമ്മുടെ സഹജീവികളോടും നമ്മുടെ സ്വന്തക്കാരോടും നമ്മൾ പുലർത്തുന്നമായ സ്നേഹത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ അവയോടൊക്കെ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് ഇസ്ലാമിൻ്റെ ശാസനയുണ്ട്. അവിടെയൊന്നും നമുക്ക് പുലർത്താൻ കഴിയാത്ത എന്താണ്? നമ്മളിലൂടെ ഉണ്ടായതല്ല, ഇത് നമ്മളെ കുട്ടിയാണ്, ഇത് എൻ്റെ കുട്ടിയാണ്, ഇതിൻ്റെ കുട്ടിയാണ്, നമ്മളെ കുട്ടിയാണ് എന്ന് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നമ്മൾ താലോലിച്ച് വളർത്തുന്നു. ആരാണ് ഇതിൻ്റെ വളർത്തുന്ന ആള്? റബ്ബ്. ഇതിൻ്റെ വളർത്തുകാരനായി രക്ഷിതാവായി നമ്മൾ കാണുന്ന അള്ളാഹുവിനെയാണ്. അപ്പം അള്ളാഹു റബ്ബായ, അള്ളാഹു ഖാലിഖായ നമ്മുടെ മക്കളെ അള്ളാഹു ഖൽഖ് ചെയ്യാൻ, അള്ളാഹു തർബിയത്ത് ചെയ്യാൻ വാസ്തവത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മധ്യവർത്തികളായി നിൽക്കുന്നത് ആരാണ്? നമ്മളാണ്. അപ്പം അള്ളാഹു ചെയ്യുന്ന കാര്യത്തിന്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, അള്ളാഹിൻ്റെ തീരുമാനത്തിന്, അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് അവൻ്റെ ഇഷ്ടത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് വൈവാഹിക ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ഇഷ്ടം. നമ്മളും പെണ്ണ് കെട്ടുമ്പോൾ അത് ചിന്തിക്കാറില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ഒന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണിത്. മുഹമ്മദ് നബിയുടെ മാത്രം സുന്നത്തല്ല, എല്ലാ പ്രവാചകന്മാരിലൂടെയും വന്ന സുന്നത്ത്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, എല്ലാ മുർസലീങ്ങളുടെയും സുന്നത്തുകളിൽപ്പെട്ടതാണ് 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ ഈ ഹദീസ് നബി തങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇണയെ സ്വീകരിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുക എന്നത് മുർസലീങ്ങളുടെ സുന്നത്താണ്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബലിക, നബിയെ തങ്ങൾക്ക് മുമ്പുള്ള മുർസലീങ്ങളെയും നമ്മൾ അയച്ചത്, അവരെല്ലാവരെയും നമ്മൾ അയച്ചത് മനുഷ്യരായി കൊണ്ട് അയച്ചപ്പോൾ വജഅൽനാ ലഹും ദുർരിയ്യ അസ്വാജം വദുർരിയ്യ, ഇണകളും മക്കളുമൊക്കെ അവർക്കും നൽകിയിട്ടുണ്ട്. അങ്ങേക്ക് ഇണകളും മക്കളും നൽകിയതിനെപ്പറ്റി എന്ത് മനുഷ്യൻ, ഇത് സാധാരണ മനുഷ്യൻ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കാൻ ഇതൊരു നിമിത്തമായി പറഞ്ഞപ്പോൾ അവർ ഖണ്ഡിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, മുൻകഴിഞ്ഞ എല്ലാ മുർസലീങ്ങൾക്കും ഇണകളും ദുരിയത്തുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിക്കാഹ് ചെയ്യുന്നത് രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഹബീബായ നബിയുടെ മഹബത്തും ഇഷ്ടവും സമ്പാദിക്കാൻ നബിയുടെ സുന്നത്ത് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞതാണ് നിക്കാഹിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കളഞ്ഞു കുളിക്കാനേ പാടില്ല, ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോകാനേ പാടില്ല, നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനേ പാടില്ല. ഈ ലക്ഷ്യത്തോടെ നമ്മൾ നിക്കാഹ് ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നബിയുടെ സുന്നത്ത് എന്തായിരിക്കും കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കും, അന്വേഷിക്കും, സ്വാഭാവികമായും അന്വേഷിക്കും. പ്രശ്നം വരുമ്പോൾ എന്തായിരിക്കും അവിടെ നബിയുടെ സുന്നത്ത്, നബിയുടെ മാതൃക?
വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസനയുണ്ട്. ഇത് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആർക്കാണ് നബിയുടെ ജീവിതത്തിൽ മാതൃകയുള്ളത്? ഉത്തമമായി പിടിക്കേണ്ട മാതൃക ആർക്കാണുള്ളത്? നിങ്ങൾക്കുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനെ മൊത്തമായി വിളിച്ച് മാതൃക പറയുമ്പം തന്നെ അള്ളാഹു തആല അതിൽ നിന്ന് പ്രത്യേകം ഊന്നി പറയുകയാണ്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും അള്ളാഹു തആലാനെ പോലെ പരലോകത്തെ ജീവിതം അള്ളാഹു നിശ്ചയിച്ച് നമുക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹിൻ്റെ ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, റസൂലുള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, യൗമുൽ ആഖിറിനെ പേടിയുള്ള ആളുകൾക്ക്, യൗമുൽ ആഖിറിനെ പേടിയോ പ്രതീക്ഷയോ ഉള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ദർശനത്തെക്കുറിച്ച് പ്രതീക്ഷയോ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയോ ഇതെന്തെങ്കിലുമുള്ള ആളുകൾ, അതായത് പരലോകം കൂട്ടിക്കണിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം നോക്കിയെങ്കിൽ അവർക്കാണ് നബി തങ്ങൾ മാതൃക. അപ്പോഴല്ലേ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ എങ്ങനെയായിരുന്നു നബി എന്ന് ചിന്തിക്കേണ്ടത്? നബിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഇല്ല, അങ്ങനെ ചിന്തിച്ചുകൂടാ. സഹധർമ്മിണിമാരായ നബി തങ്ങൾക്ക് ഒരുപാട് കളത്രമാരുണ്ട്. ഈ കളത്രമാരെല്ലാം കൂടുമ്പോൾ മനുഷ്യരെന്ന നിലയ്ക്ക് അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നബിയുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ സ്വഹാബത്തിൻ്റെ കാലത്ത് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉവൈസ് ഫലാഹിൻ്റെ സംസാരിക്കുമ്പോൾ വിചാരിക്കും യാതൊരു സംഗതി ഉണ്ടാവില്ല ഇസ്ലാമിക ജീവിതം നയിച്ചാൽ, ഇസ്ലാമിക കുടുംബജീവിതം നയിച്ചാൽ എന്ന്. എല്ലാ ഇസ്ലാമിക കുടുംബജീവിതം നയിച്ചാലും സാധാരണ സ്വാഭാവികമായ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിൻ്റെ കൂടെ തന്നെ നൽകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തൻ്റെ സഹധർമ്മിണി പുലർത്തുന്ന പ്രയാസം പറയാൻ ഭരണാധികാരിയായ ഉമറിൻ്റെ അടുത്ത് പരിഹാരം കാണാൻ വേണ്ടി കേസ് പറയാൻ പോകുകയാണ് ഒരു സ്വഹാബി വര്യൻ. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ തൻ്റെ വീടര് തന്നോട് പറയുന്നതിലുപരിയായ സംസാരം ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഉമർ എന്നവരുടെ സഹധർമ്മിണി പറയുന്നതാണ് അവർ കേൾക്കുന്നത്. ആരോട്? ഉമർ എന്നവരോട്. ഉമർ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടുക. 1500 വർഷമായി ഉമർ എന്നവർ പോയിട്ട്, എന്നാലും നമ്മൾ ഞെട്ടുകയാണ് ഉമർ എന്ന് പറഞ്ഞവരെ പേര് കേൾക്കുമ്പോൾ. അതിന് അല്ലാഹുട്ട ഒരു ഹൈബത്താണ്. ആ മഹത്തായ മഹാബത്തും ഹൈബത്തുമുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഉമർ എന്നവരുടെ സഹധർമ്മിണി ഉമർ എന്നവരോട് കയർക്കുന്നതാണ് കേൾക്കുന്നത്. ഈ കയർക്കുന്നത് കേട്ട് കുറച്ചു നേരം പുറത്തുനിന്ന് ഈ സ്വഹാബി വരും തിരിച്ചു പോന്നു. തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉമർ എന്നവർ വിളിച്ചു, അടുത്ത് വിളിച്ചു, എന്തേ വന്നു, എന്തേ പോണു എന്ന് മഹാനായ ഉമർ എന്നവർ ചോദിച്ചു. മഹാനായ ഉമർ എന്നവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീടിനെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, പ്രയാസത്തോടു കൂടി എത്തിയത്, അങ്ങയോടൊരു പരിഹാരം തേടിക്കൊണ്ടാണ് വന്നത്. ഇവിടെ വന്ന് കേട്ടു നോക്കുമ്പോൾ അതിലും വലിയ ഗുരുമാൻ അവിടെ കേൾക്കുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവരോട് പറഞ്ഞ്, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനൊരു സമാധാനവും പറഞ്ഞ് ആ സമാധാനം കിട്ടി അവർ പോയി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഇവിടെയാണ് വിഷയം. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ ഒരു സമയത്ത് നമ്മളോട് പറയേണ്ടി വന്നാൽ അതൊക്കെ ചില സന്ദർഭങ്ങളാണ്. നമ്മൾ ഈ ക്ലാസ് കേട്ട് പോയി കണ്ട് അതേ ക്ലാസ് പോലെ തന്നെ എടുത്താൽ നമ്മളെ പോലെ തന്നെ നമ്മളെ സഹധർമ്മിണിമാരും ഇത് കേൾക്കുന്നുണ്ട്. നമ്മളെ സഹധർമ്മിണിമാരും നമ്മളെ മക്കളൊക്കെ ഇത് കേൾക്കണില്ലേ? ആ ക്ലാസ് ഞാനും കേട്ടു എന്നാ പറയാ. നമ്മൾ അതുപോലെ തന്നെ പകർത്താൻ വേണ്ടി പോയാൽ അങ്ങനെയല്ല സ്വാഭാവികമായി സംഭവിക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കും. ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിൽ സംഭവിക്കും, ഇഷ്ടം വരുമ്പോൾ ഇഷ്ടത്തിൽ സംഭവിക്കും. അതൊക്കെ മനുഷ്യ പ്രകൃതത്തിനനുസരിച്ച് സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട്. അള്ളാഹു യൗമുൽ ആഖിറും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലേക്ക് നല്ലൊരു വിഭവസമൃദ്ധമായ ഭക്ഷണം വരികയാണ്. റസൂലുള്ളാഹിൻ്റെ ഒരു ഭാര്യയുടെ അടുത്ത് അവരുണ്ടാക്കിയ നല്ലൊരു പലഹാരം, ആ പലഹാരം അവർ കൊടുത്തേക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക്. അത് കൊടുത്തേക്കുന്ന സമയത്ത് ഇത് കൊടുത്തയച്ച പെണ്ണ് അതിനോടുള്ള പ്രത്യേക ദേഷ്യം തോന്നി. ഈ ഇഷ്ടകരമായൊരു ഭക്ഷണം അള്ളാഹിൻ്റെ റസൂലിന് കൊടുത്തയക്കുമ്പോൾ ഒരു ഇഷ്ടം നബിക്ക് അങ്ങോട്ടുണ്ടാവുമല്ലോ എന്ന് തോന്നിയിട്ട് ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ നമ്മളെ ഉമ്മ അത് തട്ടിമറിച്ചിട്ടത് വീണു, പാത്രം മുടഞ്ഞു, സാധനം പോയി. ഈ സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. ജീവിതത്തിൽ വന്ന ഈ പ്രശ്നം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, നിങ്ങളുടെ ഉമ്മാക്ക് ഒരൽപ്പം ദേഷ്യം പിടിച്ചതാണ്, നിങ്ങളെ ഉമ്മാക്ക് ഒരു ലേശം കോപം പിടിച്ചതാണ്,
എന്ന് ഈ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചതാണ് എന്നുള്ള നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായി ഇക്കാര്യം പരിഹരിക്കുന്നത്. ഈ പരിഹാരത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടി വരും. അങ്ങനെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും സന്തോഷമാണെങ്കിലോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റേത് 83 വയസ്സായ കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹധർമ്മിണി, ആ സഹധർമ്മിണിയാണല്ലോ കൊച്ചു ആയിഷ, 6 വയസ്സായ ആയിഷ റളിയല്ലാഹു അൻഹാ. സ്വന്തം ജീവിതത്തിൻ്റെ അറയിലേക്ക് വരുന്നത് 9 വയസ്സായപ്പോൾ. 9 വയസ്സായ കുട്ടി കളിപ്പാവയുമായിട്ട് വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവരോട് കളിക്കുന്നതല്ലേ നമ്മൾ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളത്, വഴുതുകളിൽ കേട്ടിട്ടുള്ളത്. ഇത് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ ഉത്തമ മാതൃകയാണ്. ഈ മാതൃകകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സുന്നത്തും നബിയുടെ ചര്യയും അനുകരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ലക്ഷ്യം. ഒന്ന്, അല്ലാഹു തആലാന്റെ പ്രീതിക്കും ഇഷ്ടത്തിനും ഒപ്പം നിൽക്കുക. 2, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് പാലിച്ചുകൊണ്ടും ആ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും ആ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും നിൽക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ കുടുംബ ജീവിതത്തിലെ എല്ലാം ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാണ്, പരലോകത്ത് നമ്മുടെ മുതൽക്കൂട്ടാണ്. സഹധർമ്മിണിയിൽ നിന്ന് പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ക്ഷമിച്ചാൽ പുണ്യം, മക്കളെ നോക്കി വളർത്തിയാൽ പുണ്യം, മക്കൾ കുട്ടിക്കാലത്ത് മരിച്ചാൽ ആ കുട്ടികൾ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ശുഫായി അല്ലാഹു തആല നിശ്ചയിക്കുക. ജീവിച്ചുകൊണ്ട് നമ്മൾ പിന്നിൽ മക്കൾ ജീവിക്കുന്നുണ്ടെങ്കിലോ ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മൂമിനായ കുട്ടികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥന എന്നുള്ള നിലയിൽ തന്നെ കിട്ടുക. അവർ കർമ്മങ്ങൾ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് കർമ്മമായി കിട്ടുക. നമ്മൾ മക്കൾ ചെയ്തതൊക്കെ വാപ്പാക്കും ഉമ്മാക്കും രക്ഷയല്ലേ, വാപ്പാക്കും ഉമ്മാക്കും കർമ്മല്ലേ. ഇതുങ്ങളെല്ലാം ഓരോ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്കുണ്ടായിത്തീരുന്ന നേട്ടങ്ങളെല്ലാം നേട്ടമാകുന്നു. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ അജബല്ലിൽ മൂമിൻ ഇന്നഹു ലയൂജറു ഫീ കുല്ലി ഷൈ. ഒന്നും മുസ്ലിമിന് ദോഷത്തിനല്ല, ഒന്നും മുസ്ലിമിന് കേടല്ല, ഒന്നും മുസ്ലിമിന് ദുഃഖമല്ല, എല്ലാം സന്തോഷിക്കാനുള്ളത്. മുസീബത്ത് പറ്റിപ്പോയാൽ ആ മുസീബത്ത് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിച്ചാൽ അതിനും പുണ്യമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇതിൽ വളരെ വലിയ പുണ്യമാണ് കുടുംബജീവിതത്തിലുള്ളത് എന്ന് പറയാം. ഈ പുണ്യങ്ങളൊന്നും നേടാതെ ഒരാൾ അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് പോകുന്നതിന് പറ്റുമെന്ന് കുഴപ്പമില്ല. പക്ഷേ സാധാരണ ശരാശരി നിലയിലുള്ള ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാക്കും. ശരാശരി നിലയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക മോഹമുള്ള ആളുകൾക്ക്, കൂട്ടുജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, മനുഷ്യൻ എന്ന നിലയ്ക്ക് സാമൂഹിക ജീവിയായി സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിന് വേണ്ട, കൂട്ടുജീവിതത്തിന് വേണ്ട ത്വരയുള്ള ആളുകൾക്ക്, ഉത്സാഹമുള്ള ആളുകൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ ഒറ്റക്കുള്ള ജീവിതം കൊണ്ട് ഉണ്ടായിത്തീരും. വേണ്ടാന്നൊക്കെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ വേണ്ടാന്ന് വെച്ചാൽ ഈ പുണ്യങ്ങളൊക്കെ പോകും. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മക്കളെയും കുട്ടികളെയും പോറ്റി കുടുംബം പുലർത്തി പെണ്ണ് കെട്ടി കുടുംബത്തിൻ്റെ നാഥനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകളെല്ലാം. അവരുടെ അതേ സുന്നത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അള്ളാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, ഏറ്റവും പുണ്യമുള്ളവർ. നേരെ മറിച്ച് ഭക്തിയോടുകൂടെ ഒരാളെ ഇബാദത്തിനായി തന്നെ നിക്കാഹ് അവസാനിപ്പിച്ചു വേണ്ടാന്ന് വെച്ചിട്ട് വെറും ഇബാദത്തായി കഴിഞ്ഞുകൂടിയാൽ ആ ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയ ആളേക്കാൾ പുണ്യമുള്ളതും ഉപകാരപ്രദമായ പുണ്യമുള്ളതും പിന്നെയും പിന്നെയും പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കാൻ വഴിയൊരുക്കിയിട്ടുള്ളതും മക്കളും കുട്ടികളുമുള്ള കുടുംബജീവിതം നയിക്കുന്ന സാധാരണഗതിയിൽ ജീവിക്കുന്ന വിശ്വാസിയാണ്. അത്തരം വിശ്വാസികളായി മാറാനാണ് വാസ്തവത്തിൽ കുടുംബജീവിതം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുടുംബജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പം ഇതാണ്, ഇസ്ലാമിൻ്റെ സങ്കല്പം ഇതാണ്. ഈ സങ്കല്പപ്രകാരമുള്ള കുടുംബജീവിതം നയിക്കാൻ, അതായത് ആഖിറത്തിലേക്ക് മെച്ചപ്പെട്ടതായിരിക്കുന്ന കുടുംബജീവിതമാകാൻ എന്തൊക്കെ വേണമെന്നതാണ് ദീൻ പഠിപ്പിക്കുന്നത്. അതില്ലാതെ വന്നാലുള്ള കോട്ടങ്ങളാണ് നമ്മളിവിടെ വിവരിക്കപ്പെട്ട കോട്ടങ്ങൾ. ആ നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇസ്ലാം സുന്നത്താക്കിയ കർമ്മങ്ങളൊക്കെ. എല്ലാവരും പങ്കെടുക്കുന്നു, സ്വാലിഹീങ്ങൾ പങ്കെടുക്കുന്നു, ആ സ്വാലിഹീങ്ങളൊക്കെ ദുആ ചെയ്യുന്നു, തുടക്കം മുതൽ അവസാനം വരെ റെഡിയായി പോകുന്നു. ഇതിലേറ്റവും പ്രധാനം സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും തന്നെയല്ലേ?
ഈ സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും എന്നതിനപ്പുറം അതിന് പകരം വെക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നന്മയുണ്ട്, എന്തൊരു നേട്ടമുണ്ട്, എന്തൊരു സ്വത്തുണ്ട്? ഒരു സ്വത്തും വേറെയില്ല. മാതാവിൻ്റെയും അതുപോലെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാൽക്ക് കീഴിലാണ് സ്വർഗം എന്നറിയാത്ത പോലെ ആരുമില്ല. എല്ലാ കൂട്ടർക്കും ഇതറിയാം, എല്ലാ മതക്കാർക്കും ഇതറിയാം. ആ ഒരു ബന്ധം മാതാവും പിതാവും തമ്മിൽ വെച്ചിരിക്കുന്നത് തന്നെ മാതാവിനും പിതാവിനും ആ അർത്ഥത്തിലുള്ള എല്ലാ വികാരങ്ങളും അത്തരത്തിലുള്ള ദയാവായ്പകളും സ്നേഹവും വാത്സല്യവും ഇഷ്ടവും കരുതലും എല്ലാം മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് തന്നെ മക്കൾ മാതാപിതാക്കളാൽ നയിക്കപ്പെടാനും മാതാപിതാക്കളാൽ സംവിധാനിക്കപ്പെടാനും മാതാപിതാക്കളാൽ തെർബിയത്ത് ചെയ്യപ്പെടാനുമാണ്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ അതിനെയാണ് അതിൻ്റെ അർത്ഥം. തെർബിയത്ത് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് മൂക്കട വീഞ്ഞു കൊടുക്കുക എന്ന് മാത്രമല്ല, കുട്ടിക്കാലത്ത് ശൗചം ചെയ്തു കൊടുക്കുക എന്ന് മാത്രമല്ലല്ലോ. ശൗചം ചെയ്തു കൊടുക്കുന്നതും മൂക്കട കേൾക്കുന്നതും ഒക്കെ ചെറുപ്പമാണെങ്കിൽ വലുതാക്കി കൊണ്ടുവന്നിട്ട് പൂർണ്ണതയിലെത്തുമ്പോൾ ആ പൂർണ്ണതയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പരിപാലിക്കുന്ന ആ ഒരു തെർബിയത്താണ് മാതാപിതാക്കൾക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. അവശരായി മാറുമ്പോൾ, പ്രയാസമില്ലായ്മയായി മാറുമ്പോൾ ഈ മക്കളാൽ അവരെ ഇങ്ങോട്ട് സംരക്ഷിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുമ്പോഴോ ആ സമയത്തും അല്ലാഹു തആല നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ, മക്കളോട് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ എത്ര മഹത്തരമായ നിർദ്ദേശങ്ങളാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഖുർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ കനിവോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന, വിനയത്തിൻ്റെ ചിറകിൽ അവർക്ക് തണൽ നൽകുന്ന, വിനയത്തിൻ്റെ ചിറക് അവർക്ക് ചവിട്ടാൻ വിളിച്ചു കൊടുക്കുന്ന, വിനയത്തിൻ്റെ മെത്തയായി അവർക്ക് വേണ്ടി നിന്നു കൊടുക്കേണ്ട മക്കളായി വരുന്ന ആ മക്കൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നത് വരെയും മാതാപിതാക്കളെ ഇഷ്ടത്തോടെ അങ്ങനെ പരിപാലിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ മക്കണം. അത് നിക്കാഹിൻ്റെ ജീവിതത്തിലായിട്ട് മാറിയിരുന്ന പിന്നെന്തൊരു ഹൊശിയുള്ള ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കേണ്ട പ്രായമെത്തിയപ്പോൾ അത് ഞങ്ങൾ പറയാം, അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ നോക്കാം, അതിൻ്റെ ആളെ നമ്മൾ പറഞ്ഞേക്കാം. എന്നാൽ ഇത് പറയുമ്പോൾ രസം എന്താണെന്നറിയോ, ആളെ നമ്മൾ പറയാം, സമയവും നമ്മൾ പറയാം, ബാക്കി ചെയ്തു കൊടുക്കണോ നിങ്ങൾ ചെയ്തു കൊടുക്കണോ, ബാക്കി ചെയ്തു കൊടുക്കണോ നിങ്ങൾ ചെയ്തു കൊടുക്കണോ, ചോറക്കണം, കല്യാണം ഉണ്ടാക്കണം, പൊന്നു കൊടുക്കണം, മറ്റേ കൊടുക്കണം, മറിച്ച് കൊടുക്കണം, എന്താണോ വിവാഹ ചെലവെങ്കിൽ ആ വിവാഹ ചെലവൊക്കെ മാതാവും പിതാവും കൊടുക്കണം. പിന്നെ അതിൻ്റെ ശേഷമുള്ള കുലിവാല് എത്രയാ? പ്രസവവും ഗർഭവും കൊണ്ടുപോകലും വിരലും കുട്ടികളാക്കലും ഇതൊക്കെ ആര് നിർവഹിക്കണം? മാതാവും പിതാവും നിർവഹിക്കണം. ആളെ തീരുമാനിക്കുന്നതിൽ മാത്രം നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന ഒരു നിലപാട് എത്ര നന്ദിയില്ലാത്ത നിലപാടാണ്. ഇത് വിശ്വാസികളായ നമുക്ക് ഉചിതമാണോ? ഒരിക്കലുമില്ല. ഇതുകൊണ്ട് തന്നെ നിക്കാഹിൻ്റെ കർമ്മവും അല്ലാഹുവും റസൂലും വ്യവസ്ഥ ചെയ്ത ഇസ്ലാം എന്ന വ്യവസ്ഥിതിയിലുള്ളത് മാതാപിതാക്കളായ രക്ഷിതാക്കൾ തന്നെയാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങേണ്ടവർ. നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതും രക്ഷാകർത്താവായ വലിയിലല്ലേ, ബാപ്പായിലും ബാപ്പാൻ്റെ ബാപ്പ ഉപ്പാപ്പായിലും. ബാപ്പയും ഉപ്പാപ്പയും ഇല്ലെങ്കിൽ അതേപോലെ ബാപ്പാക്കും ഉപ്പാക്കും തൻ്റെ ബാപ്പാക്ക് പറഞ്ഞിട്ടുള്ള സഹോദരന്മാരിൽ ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു രക്ഷാകർത്താവായ പുരുഷനെയും കുടുംബത്തെയും ഇതിൻ്റെ പിന്നിൽ കണ്ടുകൊണ്ട്, ഇതിൻ്റെ പിന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണല്ലോ കുടുംബജീവിതത്തിന് ശറഅ് വെച്ചത്. ഈ സംവിധാനത്തിൻ്റെ അകത്തെ കരുതൽ, ഈ സംവിധാനത്തിൻ്റെ അകത്തുള്ള വല്ലാത്ത ഒരു കനിവ്, ഈ ഒരു വാത്സല്യം നമ്മൾ സ്വയം തീരുമാനിക്കുന്നതിലുണ്ടോ? നമ്മൾ സ്വന്തം തിരഞ്ഞെടുക്കുന്നതിലുണ്ടോ? നമ്മൾ സ്വന്തം തിരഞ്ഞെടുക്കുന്നവർക്ക് എന്താ ബന്ധം? ഒരു ക്ലാസ്സിൽ പഠിച്ചതൊക്കെ വളരെ കുറഞ്ഞ ബന്ധമാണ്. ആ ബന്ധിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ഫോണിലെ ബന്ധം, ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ ബന്ധം, എനിക്കതൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വകുപ്പുണ്ടോ ആ വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബന്ധമാണ് ഈ ബന്ധം. തുടങ്ങിയത് അവിടുന്നാണ്. ഇവിടുന്ന് തന്നെ തുടങ്ങിയിട്ടുള്ള ഈ ബന്ധം ജീവിതത്തിലുടനീളം ഭയാശങ്കകളും എപ്പോഴും ശങ്കയും സംശയവും തന്നെ ഉണ്ടാക്കുന്നതല്ലേ. തന്നോട് ഈ പുരുഷൻ എങ്ങനെയാണോ ബന്ധപ്പെട്ടത് അങ്ങനെ തന്നെ ഈ പുരുഷൻ മറ്റൊരാളോട് ഇനിയും ബന്ധപ്പെട്ടൂടെ? കുടുംബജീവിതത്തിലേക്ക് വന്നാൽ അവിഹിതമായ ബന്ധമാണല്ലോ, വിഹിതമായ നിലക്കുള്ള ബന്ധമല്ലല്ലോ തന്നോട് ബന്ധം സ്ഥാപിക്കുന്നത്.
ഈ പെൺകുട്ടി ഈ പുരുഷനോട് ബന്ധപ്പെടുന്നതും ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് ബന്ധപ്പെടുന്ന ബന്ധവും കേവലം വിഹിതമല്ലല്ലോ, നിയമപരമല്ലല്ലോ, അവിഹിതമല്ലേ? അവിഹിതമായ ആ ബന്ധത്തിൽ തുടങ്ങുന്നതാണ് ഒരു പെൺകുട്ടിയുടെ ബന്ധമെങ്കിൽ എന്നോട് ബന്ധം സ്ഥാപിച്ച ആ പെൺകുട്ടി ഇനി മറ്റാരോടെല്ലാം ബന്ധപ്പെട്ടുകൂടാ എന്ന ആ ഒരു സംശയം ഈ പുരുഷന്റെ മനസ്സിൽ നിന്ന് എന്നു പോകും? കുടുംബജീവിതത്തിൽ ഏത് വേളയിൽ പോകും? തീർത്തും സംശയത്തിൻ്റെ ചുരുളുകളിലും വെറും സംശയത്തിൻ്റെ പുകമറകളിലും മാത്രം നീങ്ങാവുന്ന ഒരു ബന്ധമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബന്ധം. നേരെ മറിച്ച് കുടുംബങ്ങൾ ആലോചിച്ച് ഇനി ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വല്ല പെൺകുട്ടിയുമെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടിയെങ്കിൽ അത് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞ് ആ മാതാപിതാക്കളോട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് കൂടി സ്വീകാര്യമാകുന്ന തരത്തിൽ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണങ്ങളിൽ അവർക്ക് കൂടി സംതൃപ്തി ഉണ്ടായി അവർ കൂടി പൊരുത്തപ്പെട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ നിക്കാഹ് പോകുന്നതെങ്കിൽ എത്ര ചേതോഹരമാണിത്, എത്ര സന്തോഷകരമാണിത്. സിസ്റ്റമാറ്റിക്കായിട്ടും നമ്മുടെ വ്യവസ്ഥിതിയോട് ഒത്തുകൊണ്ടും നിയമത്തോടൊത്തുകൊണ്ടും ഒക്കെ വരുമല്ലോ അത്. ആ രീതിയിലുള്ള കുടുംബ ബന്ധങ്ങൾ അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്, അതാണ് ഇസ്ലാം പറയുന്നത്. ആ കുടുംബ ബന്ധങ്ങൾക്കുള്ള അവസരമാണ് ഇപ്പോൾ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ചില ബന്ധങ്ങളുടെ പേരിൽ, കേവലം ചില ഇഷ്ടങ്ങളുടെ പേരിൽ, കേവലം ചില പരിചയങ്ങളുടെ പേരിൽ ഇതിനെതിരെ ദുർന്യായങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നതൊക്കെ. ദുർന്യായങ്ങൾ ഉന്നയിക്കുക, അമ്മായിമ്മമാരെ പ്രശ്നം, നാത്തൂമാരുടെ പ്രശ്നം, ഇതൊക്കെ വാസ്തവത്തിൽ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളാണ്. നമ്മൾ കേൾക്കുന്ന മാതിരിയല്ല. ഫോണിൽ ഇങ്ങനെ അടിച്ചു നോക്കുമ്പം ഓരോ അമ്മായിമ്മമാർ വരുന്ന ചിത്രം ഇങ്ങനെ വരും. ഇതൊക്കെ യഥാർത്ഥമെന്ന് വിചാരിച്ചിരിക്കുക. ഇതൊക്കെ അധികം സിനിമയിൽ കാണുന്ന മാതിരി ഇങ്ങനെ വരുന്നതാണ്, വെറുതെ നിർമ്മിച്ചുണ്ടാക്കിയിട്ട് നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഒരു അമ്മായിമ്മ ചിലപ്പോൾ ഉണ്ടാവില്ല, ആളൊക്കെ ഉണ്ടാവാ, ആൾ അഭിനയിക്കാലോ. അഭിനയിച്ച് കാണുന്ന ഒരു അമ്മായിമ്മ കാണിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്നു, നാത്തൂമാർ കാണിക്കുന്നത് നമ്മുടെ മുമ്പിൽ വരുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്നതൊക്കെ രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ശറയിലുണ്ട്, രമ്യമായി പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ. എന്തെല്ലാം പ്രശ്നത്തിൻ്റെ പേരിൽ ഇണകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാലും എന്ന് ഖുർആൻ പറയുന്ന ആ കൗൺസിലിംഗ് വളരെ വിശേഷപ്പെട്ട ഒന്നാണല്ലോ. അത് ഭിന്നിച്ച് പിരിയും എന്നിടത്ത് എത്തുമ്പോഴാണ്, അതുവരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭിന്നിച്ച് പിരിയും എന്നിടത്ത് എത്തുമ്പോൾ ഇണക്കാക്കാൻ പ്രശ്നങ്ങൾ എന്താണ്, വിഷയങ്ങൾ എന്താണ്, എന്താണ് വീട്ടിലെ പ്രശ്നം, എന്താണ് കുടുംബത്തിലെ പ്രശ്നം, എന്താണ് ഇന അനുഭവിക്കുന്ന പ്രശ്നം, ഈ ആണിനെ കൊണ്ട് പുരുഷൻ എന്തനുഭവിക്കുന്നു, പുരുഷനെ കൊണ്ട് ആണെന്തനുഭവിക്കുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ രണ്ടു കൂട്ടത്തിൽ നിന്നും നീതിമാന്മാരായിട്ട് വിധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഷയങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് വിഷയം കൈകാര്യം ചെയ്യാമെന്ന ഖുർആനിൻ്റെ ഈ മഹത്തായ ഉപദേശവും കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള നിർദ്ദേശവും എത്ര മഹത്തരമായ നിർദ്ദേശമാണ്. അതൊക്കെ പാലിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി പേടിച്ചുകൊണ്ടോ ഇതിൻ്റെ ഭീതികൾ നമ്മുടെ സമൂഹത്തിൽ പരത്തിക്കൊണ്ട് അതിൽ ഭീതി പൂണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ പേടിച്ചുകൊണ്ട് ഭീതിയുള്ളവരായി കുടുംബജീവിതത്തെ കാണുന്ന നമ്മുടെ സഹോദരിമാർ എത്ര വലിയ അബദ്ധത്തിലാണ് ചെന്ന് ചാടുന്നത്. അങ്ങനെ അപ്പോൾ കുറേ ഭീതി. എന്തിനങ്ങനെ പ്രയാസപ്പെടുന്നു, എന്തിനങ്ങനെ ആകണം, എന്തിനങ്ങനെ ചിന്തിക്കണം? ബാപ്പാൻ്റെ ചെറിയ കുട്ടിയായി, അല്ലെങ്കിൽ ബാപ്പാക്ക് ആകെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, എന്നാൽ ആൺകുട്ടിക്ക് വിവാഹിതാകാൻ ഒരു പെണ്ണു ഒരുക്കില്ല. എന്താ, ബാപ്പാനും ഇമ്മാനും നോക്കണം. ഇപ്പം ഈ ബാപ്പി ഇമ്മയൊക്കെയാണ് പറ്റ പോയിട്ടുള്ളൊരു ജീവിതം സുഖകരമായൊരു ജീവിതമാണ് എന്നാണോ നമ്മുടെ സഹോദരിമാർ ചിന്തിക്കുന്നത്? ജീവിതത്തിൽ എത്തുമ്പോഴല്ലേ, അതിൻ്റെ മുമ്പാണ് ഇതൊക്കെ കേൾക്കുന്നത്. ജീവിതത്തിൽ എത്തുമ്പോഴേ തിരിയുള്ളൂ ബാപ്പ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ രക്ഷ, ഉമ്മയുണ്ടാകുന്ന ജീവിതത്തിൻ്റെ രക്ഷ, ഉമ്മയും ബാപ്പയും ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന തണൽ. ഇതൊക്കെ തിരിയണമെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അനുഭവിക്കണ്ടേ? ഇതനുഭവിക്കുന്ന നേരത്തിൻ്റെ മുൻപ് തന്നെ ഉണ്ടാകുന്ന ഭീതി വെച്ചിട്ട് അങ്ങനെ പറയാണ്, അങ്ങനത്തെ വാപ്പുണ്ടാവരുത്, ഇങ്ങനത്തെ ഉമ്മ ഉണ്ടാവരുത്, ഞാനും എൻ്റെ കെട്ടിയോളും മാത്രം, അല്ലെങ്കിൽ ഞാനും എൻ്റെ കെട്ടിയോനും മാത്രം എന്ന് പറയുന്ന ഒരു ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ മാതാപിതാക്കളെ കൂടി പ്രയാസപ്പെടുത്തിക്കൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടുമാണ് ഇവർ പ്രവേശിക്കുന്നതെങ്കിൽ ആ മാതാപിതാക്കളുടെ വെറുപ്പിൻ്റെയും ക്ലേശത്തിൻ്റെയും വിഷമത്തിൻ്റെയും രുചി നമ്മുടെ ജീവിതത്തിൽ കണ്ടമാനം അനുഭവിക്കേണ്ടി വരില്ലേ? കയ്പ് രുചികൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നതിൻ്റെ വേദന ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ കാണും.
അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പ്രത്യേകം താക്കീത് ചെയ്യുന്നതാണ്. ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ കാണുന്ന ഏറ്റവും വലിയതാണ്. അത് ആഖിറത്തിലേക്ക് പിന്തിക്കുന്നതല്ല. ആഖിറത്തിൽ വലുതുണ്ട്. ആഖിറത്തിലേക്ക് പിന്തിക്കാതെ ഇവിടെ വെച്ച് തന്നെ. പൊതുവിൽ ഒരു ചൊല്ലുണ്ട്, കമാ തദീനു തുദാൻ, കമാ തദീനു തുദാൻ. നീ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിന്നിൽ എന്താണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നേരെ അതേ അനുഭവങ്ങൾ തന്നെയാണ് നിനക്കും ഉണ്ടാവുക. നീ അനുഭവിക്കേണ്ടി വരും. വിതച്ചത് കൊയ്യുന്നു നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, വിതച്ചത് കൊയ്യും. ഇത് സാധാരണഗതിയിൽ ഉമ്മയും ബാപ്പയായിട്ട് ഈ പെൺകുട്ടിയും ഈ പുരുഷനും തന്നെ വരൂലേ. ഈ പുതിയാപ്പിളയും ഈ പുതിയണ്ണും അവർക്ക് മക്കളുണ്ടായാൽ ഇവരാരാ പിന്നെ? ഇവർ വാപ്പ ഉമ്മ. ബാപ്പയും ഉമ്മയാവുമ്പോൾ ആ മക്കൾ കല്യാണം കഴിക്കാൻ പ്രായപെത്തുമ്പോൾ പിന്നെ എങ്ങനെയാണ്? തീർച്ചയായും ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, സഹോദരിമാർ വേണ്ട, സഹോദരന്മാർ വേണ്ട, കുടുംബത്തിലെ ക്ലേശങ്ങളൊന്നും സഹിക്കാൻ വേണ്ട എന്ന നിലയിൽ പോകുന്ന ബന്ധങ്ങൾ വെറും ആസ്വദിക്കാനും സുഖിക്കാനും എന്ന് മാത്രം കണ്ടുകൊണ്ടുള്ള ബന്ധങ്ങൾ മരണം എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ അവസാനിച്ചു പോകുന്ന അതേ ജീവിതത്തെ വെറും ആസ്വാദനത്തിനും സുഖത്തിനും ആഹ്ലാദത്തിനും സ്വന്തം ഉല്ലസിച്ചുകൊണ്ട് യാത്ര ചെയ്യാനും എപ്പോഴും ടൂറടിക്കാനും മാത്രമുള്ള ഒരു ജീവിതമായി കാണുന്ന ആളുകൾ നാളെ ആഖിറത്തിലെത്തുമ്പോഴും ജീവിതത്തിൽ അവർ ബാപ്പമാരും ഉമ്മമാരുമായിട്ട് മാറി അവരുടെ മക്കൾക്ക് ഇണകൾ വരുന്ന പ്രായത്തിലെത്തുമ്പോഴും തീർച്ചയായും കഥനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതൊക്കെ ഓർത്തുകൊണ്ടു തന്നെ വിശ്വാസികളായ നമ്മുടെ സമൂഹം, വിശ്വാസമുള്ള ആണുപെണ്ണുകൾ, അതൊക്കെയുള്ള വയറിഞ്ഞാൽ ഉപകരിക്കുള്ളൂ. ഇത്തരം ക്യാമ്പയിനുകളൊക്കെ ഉപകരിക്കുന്നത് വിശ്വാസമുള്ളവർക്കാണ്. വിശ്വാസമില്ലാത്തവർക്കൂടെ നല്ല സുഖമാണ്. ആരും ഒന്നും ചെയ്യൂല. എന്തുമാകാം, എന്തു ജീവിതവുമാകാം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എത്ര വിപുലമാണ്. ഏതൊരാൾക്കും പ്രായം തികഞ്ഞ പുരുഷനും പ്രായം തികഞ്ഞ, നമ്മുടെ നാട്ടിലെ പ്രായമാണ് 18 വയസ്സാണ് പ്രായം. ആ 18 വയസ്സാകുന്ന പ്രായം തികഞ്ഞ ആണിനും പെണ്ണിനും എവിടെ കൈപിടിച്ച് ഒപ്പം നടന്നാലും കുഴപ്പമില്ല, സന്തോഷകരമായിട്ട് പോകാം. അതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി, നാടിൻ്റെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ സ്ഥിതി. വേറെ ഒരുപാട് വിലക്കുകളുണ്ട്. പക്ഷേ ആണും പെണ്ണും തമ്മിലുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കാം. അത് മുസ്ലിമായ ആൺകുട്ടികൾക്കും സഞ്ചരിക്കാം, മുസ്ലിമത്തായ പെൺകുട്ടികൾക്കും സംഭവിക്കാം. അവരോട് നമ്മൾ വളർന്നിട്ട് കാര്യമല്ല. അങ്ങനെയുള്ളവരോട് വളർന്നിട്ട് കാര്യമല്ലല്ലോ. കുടുംബജീവിതം ശരിയായി നീക്കണമെന്നും ഇസ്ലാമികമാകണമെന്നും ആഖിറത്തിൽ ഉപകാരം കിട്ടണമെന്നും ഈ ജീവിതം അവസാനിച്ചിട്ട് ഇതേ ഇണകൾ നമുക്ക് ആഖിറത്തിൽ ഇണകളാകണമെന്നും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ തേടുന്നത്. ആഖിറത്തിൽ നമ്മുടെ ഇണ സ്വർഗത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച അപ്സരസുകളായ ഹൂറുല്ലീങ്ങൾ എന്ന കന്യകകളെക്കാൾ ഏറ്റവും അല്ലാഹു തആലാന്റെ അടുക്കൽ ഇഷ്ടകരവും അതോടൊപ്പം ജീവിതത്തിൽ ആഹ്ലാദകരവും സന്തോഷകരവും ആനന്ദകരവുമായിട്ടുള്ളത് ഇവിടുത്തെ ഇണകളെ തന്നെ അല്ലാഹു അവിടെ കൊണ്ടുവരുമ്പോൾ അവരാ. ഇതൊക്കെ പണ്ടത്തെ വയലിൽ ഹൂറില്ലീങ്ങളും ദുന്യാവിലെ ഇണകളും തമ്മിൽ പാടുന്ന പാട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ വയലിൽ പണ്ട് കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ ശരിയാണ്. നമ്മുടെ ഇണകളെ തന്നെ നമുക്ക് അല്ലാഹു തആല അവിടെ നൽകണം. അല്ലാഹു അതെല്ലാം നൽകുമാറാവട്ടെ. ആ ഇണകളെല്ലാം അവിടെ ചെന്ന് സന്തോഷകരമായ ജീവിതം ജീവിക്കണമെങ്കിൽ ആ ജീവിതത്തിന് വേണ്ടത് ഇസ്ലാമികമായ രീതിയിലുള്ള കുടുംബജീവിതത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കലാണ്. മാതാപിതാക്കൾ ആലോചിക്കുക, മാതാപിതാക്കൾ ചിന്തിക്കുക, മാതാപിതാക്കൾ കൂടുക, അവരുടെ കൂടി ഇഷ്ടത്തിനും തീരുമാനത്തിനും വരിക, എന്നിട്ട് നിക്കാഹിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ പാലിക്കുക. ഇങ്ങനെയുള്ള ഒരു കുടുംബജീവിതം നയിക്കുമ്പോഴാണ് വാസ്തവത്തിൽ സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കുകയുള്ളൂ. ആ വിധത്തിൽ ജീവിക്കാൻ, ഇസ്ലാമികമായി ചിന്തിക്കാൻ പറ്റുന്ന പ്രഭാഷകന്മാർ, നല്ല അനുഗ്രഹീതരായ പ്രഭാഷകന്മാർ ഈ സമൂഹത്തിൽ ധാരാളമുണ്ട്. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, നമ്മളെ ജംഇയ്യത്തുൽ ഉലമയുടെ അംഗങ്ങളായിട്ടുള്ള സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ വെച്ച് നടത്തുന്ന ഒരു ക്യാമ്പയിനാണിത്. അത് ജംഇയ്യത്തുൽ ഉലമ നടത്തുമ്പോൾ ജംഇയ്യത്തുലമക്ക് പരിമിതികളുണ്ടല്ലോ. ജംഇയ്യത്തുൽ ഉലമക്ക് ബോധ്യപ്പെടുന്ന ആളുകൾ വേണം. നല്ല പ്രാസംഗികന്മാരെ ഇവിടെ കിട്ടാത്തതുകൊണ്ടല്ല, നല്ല 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 സുപ്രസിദ്ധമായ പ്രാസംഗികരെ കൊണ്ട്, പക്ഷേ അതൊരു വഴലായാണ് പോകും. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ക്യാമ്പയിനിൽ ലക്ഷ്യമാക്കുന്നത് ഈ വിഷയം പൊതുജനങ്ങളുടെ മുമ്പിൽ ബോധീകരിക്കുകയും മാതാപിതാക്കളെ വിട്ടുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് അപ്പുറം പോയി സ്വന്തമായി മറ്റുള്ള സമുദായക്കാരിൽ നടക്കുന്ന പോലെ, പൊതുസമൂഹത്തിൽ നടമാടുന്ന പോലെ വിശ്വാസി സമൂഹത്തിൽ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന സമൂഹത്തിൽ, പരലോകത്തിൽ വിശ്വാസമുള്ള സമൂഹത്തിൽ ഇത്തരം മോശങ്ങളൊന്നും നടമാടരുത്.
അതിൻ്റെ വ്യവസ്ഥ പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന ഉദ്ബോധനം നല്ല പ്രഭാഷകന്മാർ ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയും മറ്റു സഹോദര സംഘടനകൾ, മതസംഘടനകൾ ഈ വിഷയം ഗൗരവത്തിലെടുക്കുകയും എല്ലാവർക്കും ബാധകമാകുന്ന ഈ പൊതുവിപത്തിനെ ഇസ്ലാമികമായി പ്രത്യേകം നിയന്ത്രിച്ചു നിർത്താൻ കടമപ്പെട്ടവർ പ്രത്യേകം ജാഗ്രതരാകുകയും ഉണരുകയും ചെയ്യണമെന്ന ഒരു ഉണർത്തൽ മാത്രമാണ് ഈ ക്യാമ്പയിനിലൂടെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്നത്. അള്ളാഹു ഇത് ലക്ഷ്യം സഫലീകരിക്കുമാറാവട്ടെ. ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശം അള്ളാഹു തആല പരിപൂർണമായും വിജയിപ്പിക്കട്ടെ. നമ്മളെല്ലാവരുടെയും കുടുംബജീവിതം അള്ളാഹു സുന്ദരവും ഭാസുരവുമാക്കട്ടെ. നാളെ ആഖിറത്തിൽ നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും എല്ലാവരുടെയും ഇണകളെയും മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് കൂട്ടുന്ന സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഭക്ഷണം സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ വളരെയേറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പരമാവധി രണ്ടാമത് വീണ്ടുമൊക്കെ ഭക്ഷണം തയ്യാർ ചെയ്ത് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിയുന്നവരൊക്കെ കിട്ടുന്നവരൊക്കെ അത് ഭക്ഷണം വാങ്ങിക്കണം. ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അബ്ദുള്ള വഹബി അരൂര് അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു.